കഴിഞ്ഞ നമ്മളുടെ വീഡിയോ കുഡ് ഹാവ് വുഡ് ഹാവിനെ കുറിച്ചായിരുന്നു. എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷുഡ് ഹാവിനെ കുറിച്ചാണ്. വളരെ എളുപ്പമാണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാം. വീഡിയോ നോക്കാം. നമ്മൾ മലയാളത്തിലെ ചെയ്യണമായിരുന്നു, കഴിയണമായിരുന്നു എന്ന അർത്ഥം വരുന്ന രീതിയിൽ സംസാരിക്കാറില്ലേ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെന്റൻസുകൾ പറയാറുണ്ട്. ഈ ഒരു അർത്ഥത്തിലാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. കഴിയണമായിരുന്നു, ചെയ്യണമായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഇനി ഏതെല്ലാം സിറ്റുവേഷനിൽ നമുക്ക് ഷുഡ് ഹാവ് യൂസ് ചെയ്യാം? ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ പറയാതിരുന്നതിന് റിഗ്രറ്റ് ചെയ്യാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഷുഡ് ഹാവ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പാസ്റ്റ് അഡ്വൈസ്, പാസ്റ്റ് ഒബ്ലിഗേഷൻ, ഇനി അതുമല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും ഷുഡ് ഹാവ് യൂസ് ചെയ്യാം. അപ്പോ പാസ്റ്റിലൊരു റിഗ്രറ്റ്, പാസ്റ്റ് അഡ്വൈസ്, പാസ്റ്റ് ഒബ്ലിഗേഷൻ, അതുമല്ലെങ്കിൽ ഒരു ക്രിട്ടിസൈസ് ടോണിൽ വരുമ്പോൾ, പാസ്റ്റിലെ ഒരു കാര്യം ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ഷുഡ് ഹാവ് യൂസ് ചെയ്യാം. ഇനി സെന്റൻസസ് നോക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഞാൻ കൃത്യസമയത്ത് ബില്ല് അടയ്ക്കേണ്ടതായിരുന്നു. ഞാൻ കൃത്യസമയത്ത് ബില്ല് അടയ്ക്കേണ്ടതായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു. പാസ്റ്റിലെ ഒരു കാര്യമാണ് പറയുന്നത്, കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ കൃത്യസമയത്ത് ബില്ല് അടയ്ക്കേണ്ടതായിരുന്നു. I should have paid the bill on time. കൃത്യസമയത്ത് എന്നതിന് നമുക്ക് on time എന്ന ഫ്രേസ് യൂസ് ചെയ്യാം. I should have paid the bill on time. ഞാൻ കൃത്യസമയത്ത് ബിൽ അടയ്ക്കേണ്ടതായിരുന്നു. അപ്പൊ പാസ്റ്റില് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം പറയുമ്പോൾ നമുക്കവിടെ ഷുഡ് ഹാവ് യൂസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമ്മൾ കുഡ് ഹാവും വുഡ് ഹാവും ഒക്കെ പറഞ്ഞിരുന്നു. ഇതിനെല്ലാം ശേഷം, അതായത് ഷുഡ് ഹാവ് ആണെങ്കിലും കുഡ് ഹാവ് ആണെങ്കിലും വുഡ് ഹാവ് ആണെങ്കിലും ഇതിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V3-യിലായിരിക്കും. വെർബിന്റെ മൂന്നാമത്തെ രൂപത്തിലായിരിക്കും. അപ്പൊ ഇനി പറയുന്ന സെന്റൻസ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത സെന്റൻസ് നോക്കാം. അടുത്ത സെന്റൻസ് നോക്കിയേ. പരീക്ഷയ്ക്ക് ഞാൻ കൂടുതൽ കഠിനമായി പഠിക്കണമായിരുന്നു. പരീക്ഷയ്ക്ക് ഞാൻ കൂടുതൽ കഠിനമായി പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പഠിക്കണമായിരുന്നു. ഇത് ഏത് എക്സാം കഴിഞ്ഞാലും നമുക്ക് തോന്നാറുണ്ടല്ലേ, അയ്യോ ഒന്നുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണെങ്കിൽ. അപ്പൊ ഇതെങ്ങനെ എഴുതാം? I should have, ചെയ്യണമായിരുന്നു എന്നതിന് should have. I should have studied, കുറച്ചുകൂടി കഠിനമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു കമ്പാരിസൺ ആണ്. harder for the exam. For the exam. I should have studied harder for the exam. ഞാൻ കുറച്ചുകൂടി കഠിനമായി പഠിക്കണമായിരുന്നു. എക്സാമിന് വേണ്ടി ഞാൻ കുറച്ചുകൂടി കഠിനമായി പഠിക്കണമായിരുന്നു. I should have studied harder for the exam. should haveന് ശേഷം V3. അടുത്ത സെന്റൻസ് നോക്കാം. ചെയ്ത തെറ്റിന് അവൻ ക്ഷമ ചോദിക്കണമായിരുന്നു. ചെയ്ത തെറ്റിന് അവൻ ക്ഷമ ചോദിക്കണമായിരുന്നു. അപ്പൊ ആ സമയത്ത് അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എഴുതാം he should have, ക്ഷമ ചോദിക്കണമായിരുന്നു അല്ലെ. അപ്പോ apologized for his mistake. അവന്റെ തെറ്റിന് അവൻ ക്ഷമ ചോദിക്കണമായിരുന്നു. He should have apologized for his mistake. അടുത്ത സെന്റൻസ് നോക്കാം. അവർ നിർദ്ദേശങ്ങൾ പാലിക്കണമായിരുന്നു. അവർ നിർദ്ദേശങ്ങൾ പാലിക്കണമായിരുന്നു. എങ്ങനെ എഴുതാം? അവർ they, പാലിക്കണമായിരുന്നു, ചെയ്യണമായിരുന്നു. They should have followed the instructions. നിർദ്ദേശങ്ങൾ
പാലിക്കണമായിരുന്നു. They should have followed the instructions. അവർ നിർദ്ദേശങ്ങൾ പാലിക്കണമായിരുന്നു. അവൾ ആ ജോലി സ്വീകരിക്കേണ്ടതായിരുന്നു. അവൾ ആ ജോലി സ്വീകരിക്കേണ്ടതായിരുന്നു. അപ്പൊ ആ സമയത്ത് അവൾ അങ്ങനെ ചെയ്തില്ല. അവൾ അങ്ങനെ ചെയ്യണമായിരുന്നു. She should have taken the job. She should have taken the job. അവൾ ആ ജോലി സ്വീകരിക്കേണ്ടതായിരുന്നു. She should have taken the job. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുൻപേ ശ്രദ്ധിക്കണമായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുൻപേ ശ്രദ്ധിക്കണമായിരുന്നു. I should have noticed all these things earlier. മുൻപേ. I should have noticed all these things earlier. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുൻപേ ശ്രദ്ധിക്കണമായിരുന്നു. I should have noticed all these things earlier. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് should have കുറിച്ചാണ്. പറയണമായിരുന്നു, ചെയ്യണമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ should have യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് തോന്നും ആ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിരുന്നു. I should have subscribed the channel. അപ്പോ ഇങ്ങനെ പിന്നീട് റിഗ്രറ്റ് തോന്നിയിട്ട് കാര്യമില്ല. അപ്പോ പോയിന്റ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.